ഞായറാഴ്ചയായിട്ട് നമ്മുടെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഗൈസ്. നമ്മൾ കപ്പയും മീൻകറിയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ മീൻകറിക്കുള്ള എല്ലാം റെഡിയാക്കി സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതാണ്. അത് കപ്പ നമ്മളവിടെ അരപ്പിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കപ്പയ്ക്ക് നമ്മൾ കുറച്ച് അരപ്പ് കഴുകി ചേർത്ത് വെള്ളം കൂടി ഒഴിക്കുകയാണ്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അത് നമ്മളൊന്ന് സെറ്റാക്കുകയാണ്. കപ്പ നമ്മൾ കുക്കറിൽ വേവിച്ചതല്ല, നമ്മൾ കുക്കറിൽ വിസിലടുപ്പിക്കുകയൊന്നുമല്ല ചെയ്തത്. നോർമൽ രീതിയിൽ തന്നെ അടപ്പില്ലാതെ തന്നെ വേവിക്കുകയാണ് ഇത് ചെയ്തേക്കുന്നത്. കുറച്ച് അതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാം. നമുക്കങ്ങനെ ടേബിൾ സ്പൂൺ അങ്ങനെ കണക്കൊന്നുമില്ല. നമുക്കൊരു കൈയളവാണ്, അതനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് സ്റ്റൗവിൽ എന്തെങ്കിലുമൊക്കെ വീഴും, നമ്മൾ അപ്പം തുടച്ച് കൊടുക്കും കേട്ടോ. എനിക്കതൊരു ഇതാണ്, നമുക്കത് നീറ്റായി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു ഇതിനോട് ഒരു കൂടുതൽ ഇഷ്ടം തോന്നും. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടതാണ്, എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതോടെ ഇരുന്നൊന്ന് ചെറിയതായിട്ടൊന്ന് ആവി കയറട്ടെ. നമുക്കൊരു അടപ്പ് വെച്ചൊന്ന് മൂടി വയ്ക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഈ മീനിൻ്റെ ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്കതൊന്ന് മൺചട്ടിയാണ്, പേടിക്കാനൊന്നുമില്ല, അടി പിടിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തീ സിമ്മിലിട്ടിട്ടാണ് നമ്മളതൊന്ന് വഴറ്റിയെടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. നമ്മൾ കറിവേപ്പില എടുക്കുമ്പോൾ അതിൻ്റെ തണ്ടും കൂടെ അതിൽ ചേർക്കും കേട്ടോ. ഞാനത് കളയാറില്ല. നമ്മൾ അതും കൂടെ ഇടുമ്പോഴാണ് എനിക്കൊരു കൂടുതൽ ടേസ്റ്റ് ഫീൽ ചെയ്യണത്. കറിവേപ്പില തന്നെ ആയാലും മതിയെന്ന് ഞാനത് പ്രത്യേകമായിട്ട് കളയാറില്ല, അതും കൂടെ ചേർക്കും. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെന്ന് പറയുന്നില്ല, പാത്രമുണ്ട്. എന്നാലും നമുക്ക് ഈ മൺചട്ടിയിൽ മീൻകറി വെക്കുന്നൊരു ഫീല് വേറൊരു ഫീലാണല്ലോ. നമുക്ക് ഈ മൺചട്ടിയുള്ളൂ, അതാണിത്. നമ്മളിതിലാണ് മീൻകറികൾ കൂടുതലായിട്ട് ഇതിൽ തന്നെയാണ് വെക്കൽ. അതാകുമ്പോൾ കുറച്ച് ദിവസം കേടാവാതെ. എനിക്ക് എന്തുകൊണ്ട് ഇതായിട്ട് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്. നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും മീനിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് തീ നല്ല സിമ്പിളാക്കി ഇട്ടിട്ട് നമ്മൾ ആദ്യം ചേർക്കുന്ന കുറച്ച് മുളക് പൊടിയാണ്. അത് നമ്മുടെ ആവശ്യം പോലെ, നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടേബിൾ സ്പൂൺ അളവൊന്നുമില്ല. നമുക്കൊരു കൈക്കണക്ക്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർക്കും. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലിടും, ഒത്തിരി അല്ല, എന്നാലും നമുക്ക് അരപ്പൊരു കുറുകിയ പരുവത്തിൽ കിട്ടാനായിട്ടാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ഒരു നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ അരിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് കൂട്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിയൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
പക്ഷെ നമുക്ക് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് മീനിന് ചാറ് വയ്ക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇത്തരം പൊടികൾ ചേർത്തത്. എന്താണെന്ന് വെച്ചാൽ കപ്പയ്ക്കാണല്ലോ, അപ്പോൾ കപ്പയ്ക്കാകുമ്പോഴത്തേനും മീൻ ചാറെല്ലാം കൂടി കൂട്ടി രാവിലെ തന്നെ കപ്പയ്ക്ക് ചാറുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്ക് ചോറിന് ചാറൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ചാറ് നീട്ടി വയ്ക്കാവുന്ന രീതിയിലാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം അല്ല നോർമലായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് കുറുകിയ ചാറായിരിക്കും മീൻ കറിക്ക് എപ്പോഴും കുറച്ചുകൂടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ ചാറ് കുറച്ച് നീട്ടി വയ്ക്കുന്ന രീതിക്കാണ് നമ്മൾ പൊടികളും കാര്യങ്ങളും ചേർത്ത് വയ്ക്കുന്നത്. ആ സമയം കൊണ്ട് അവിടെ കപ്പ ചെറുതീയിലിരുന്ന് ആവി കയറുവാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് മൂപ്പിക്കണമെന്നില്ല, അത്യാവശ്യ രീതിയിൽ ഒന്ന് ചെറിയൊരു പച്ചമണം മാറുന്ന രീതിയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. നമ്മളൊക്കെ അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. പുളിയും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ. അതിനുശേഷം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്ര രീതിക്ക് തന്നെ ചാറ് വേണോ അതനുസരിച്ചുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂടി വയ്ക്കാം. അതവിടെ ഇരുന്ന് തിള വരട്ടെ. നല്ല രീതിക്ക് തിള വരുമ്പോഴത്തേനും നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആ മൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കതൊന്ന് നോക്കാം. ഒരുവിധം ചാറ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വാങ്ങിക്കുന്നത് ചൂരയാണ്. ചൂര മീൻ നല്ല കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് നമ്മൾ ചാറ് റെഡിയാക്കിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുവിധം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞു. നല്ലപോലെ ചാറ് മീനിൻ്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് നമുക്കതിന് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ മൂടി വെച്ചു. മീൻ കറി ഇനി അവിടെ ഇരുന്ന് സെറ്റായിക്കോളും. നമ്മുടെ അടുക്കളയുടെ പുറകുവശമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമ്മൾ റെൻ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ റെൻ്റ് വീട്ടിൻ്റെ ഹൗസ് ഓണറുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ആ മിറ്റിൽ വിരിച്ചായിട്ട് കാണുന്നത്. ഇത് നമ്മുടെ പുറകുവശത്തിൻ്റെ ഒരു വ്യൂ ആണ്. ചെറിയ ചെറിയ ചെടികളൊക്കെ മുറ്റത്തുണ്ട്. നമുക്കിത് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോഴാണേലും. ഓരോ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്.
നമുക്കിനി കപ്പയ്ക്കുള്ള ബാക്കി പരിപാടികളും കാര്യങ്ങളും നോക്കാം. കപ്പ നമ്മൾ ഇറക്കി വയ്ക്കുക. അപ്പം നമുക്ക് ടേബിൾ ടോപ്പിൽ നമുക്കൊരു പേപ്പർ വിരിച്ചിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ചൂടാണല്ലോ, കുക്കർ ഓൾറെഡി ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ഒരു പേപ്പർ വിരിച്ചിട്ട് കപ്പ നല്ല ആവി വന്ന് കിട്ടാൻ നല്ല മണം വരുന്നുണ്ട്. നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് കപ്പ ഇളക്കി കൂട്ടാനായിട്ട് നമുക്കത് വാങ്ങി വയ്ക്കാം. ഈ പേപ്പറിൻ്റെ മുകളിലേക്ക് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ നല്ല ആവി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ അരപ്പും എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട്. നല്ല മണമാണ്. ഈ മണം ഒത്തിരി പോകാൻ ഇട കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടാം. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ കപ്പ. നല്ല പുട്ടുപോലെ വേകുന്ന കപ്പ എന്നൊക്കെ പറയുന്ന പോലെ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്താണേലും കപ്പ ഇങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് തള്ളിക്കൂട്ടും. അതാണ് അതിൻ്റെ ഒരു കുഴഞ്ഞ പരുവത്തിലിരിക്കുന്നതെന്ന് പറയുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കുവാണ്. അരപ്പെല്ലാം എല്ലാ ഭാഗത്തും പാകമാവുന്ന രീതിക്ക് നമുക്ക് കുറച്ച് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പുറത്തേക്ക് പോയതാണത്, നമുക്കതൊന്ന് സെറ്റാക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പം തേങ്ങ ചിരണ്ടി തന്നത് ചേട്ടായി കേട്ടോ. കുറച്ച് തേങ്ങ അരപ്പ് കുറച്ച് കൂടുതലായിരുന്നു. ഇനിയിപ്പോൾ അത് കാക്കി വെക്കേണ്ട, ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് തേങ്ങ കൂടുതൽ മൊത്തത്തിലെടുത്ത് അരക്കുകയാണ് ചെയ്തത്, ഒതുക്കുകയാണ് ചെയ്തത്. അപ്പം കുറച്ച് അരപ്പ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നിലവിൽ തേങ്ങയ്ക്കൊക്കെ ഇത്രയും വില സാഹചര്യങ്ങൾ നമുക്ക് ഇപ്പോഴും സാധനങ്ങൾ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നാലും ഇത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കാര്യം. നമുക്കത് കപ്പ നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ടാം. അപ്പോൾ കപ്പയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം, നമുക്കതൊന്ന് മൂടി വയ്ക്കാം. അല്ലെങ്കിൽ മീൻകറി നമുക്ക് നോക്കാം. അതുപോലെ തിള വന്നിട്ടില്ല. തീ കൂട്ടി വെക്കാനും പേടിയാണ്. എന്നാൽ തീ തീരെ സിമ്മിലിടാം. തീ ഒരു മീഡിയം വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ അടുക്കള എന്നൊക്കെ പറയുമ്പോഴത്തേനും വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമല്ല. എന്നാലും ചെറിയ രീതിക്ക് നമ്മുടെ ഒരു ചെറിയ വാടക വീടാണ് അതിൻ്റെ അടുക്കള. നമ്മൾ ജനൽ എപ്പോഴും അങ്ങനെ തുറന്നിടാറില്ല. കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ കാറ്റത്ത് വന്ന് അടിച്ച് ജനലൊന്നും പൊട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ എപ്പോഴും തന്നെ തുറന്നിടും. പിന്നെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് തുറന്ന് അടുക്കളയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീനാക്കും. എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അടുക്കളയാണ്. അടുക്കള നീറ്റായി കിടക്കണം എപ്പോഴും. ഇത് നമ്മുടെ ഹൗസ് ഓണറിൻ്റെ വീടാണ്. അടുക്കള തുറന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുക്കളയുടെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ചെറിയ അടുക്കളയാണ് മൊത്തത്തിൽ അടുക്കള. ഇതാണ് കേട്ടോ നമ്മുടെ മൊത്തത്തിലുള്ളൊരു അടുക്കള. പാത്രങ്ങൾ, കാര്യങ്ങൾ, സിങ്ക്, ജനൽ തുറന്നിട്ടപ്പോഴുള്ളൊരു വ്യൂ ആണിത്. പിന്നെ മീൻകറി അടുപ്പത്തിരിക്കുന്നു, കപ്പ വേവിച്ചത്. പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവരുടെ വീടിൻ്റെ, ഹൗസ് ഓണറിൻ്റെ വീടിൻ്റെ മുൻവശം, അതാണ് നമ്മൾ ആ മിറ്റിൽ വിരിച്ചായിട്ട് കാണുന്നത്. നമ്മുടെ അടുക്കള കഥ ഓർക്കുമ്പോൾ കാണുന്ന സീനറി ഇതാണ് കേട്ടോ. പിന്നെ ഇത് അടുക്കളയിലേക്കുള്ള, വീട്ടിലേക്കുള്ള ഓരോ മുറികളും കാര്യങ്ങളും തുണി വിരിച്ചിട്ടേക്കുന്നതൊക്കെയാണ്. കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പുറം ഇതാണ് കേട്ടോ കറി വെന്തു. പിന്നെ പെട്ടെന്ന് കറണ്ടൊക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കറി വെന്ത് സെറ്റാക്കി. ഒത്തിരി നമ്മൾ പറഞ്ഞ പാത്രങ്ങളൊക്കെ ഒത്തിരി വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല, റെൻറ്റിനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള പാത്രത്തിൽ നമ്മളത് വിളമ്പുവാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്, എൻ്റെ ആൻറ്റിയുടെ മോളുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം മോൻ നേരത്തെ തന്നെ കഴിച്ചു. അപ്പം നമുക്ക് അനിയത്തിക്കും ഹസ്ബൻഡിനും എനിക്കൂടെയാണ് ഞങ്ങൾ വിളമ്പുന്നത്. കട്ടൻ ചായയാണ്. കട്ടൻ ചായയും കപ്പയും മീൻകറിയും, ചൂരമീൻ കറിയും. ഇതാണ് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നത്തെ ഞായറാഴ്ച ലീവായി കിട്ടിയത് കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഞായറാഴ്ച ഡ്യൂട്ടിയുള്ള ദിവസമാണ് കേട്ടോ. കപ്പപ്പുഴുക്കാണ്, നല്ല ചൂട് കപ്പപ്പുഴുക്കും മധുരം ലൈറ്റ് മധുരത്തിലുള്ള കട്ടൻ ചായയും നല്ല വെള്ളച്ചൂര. ചൂര ഇവിടെ വണ്ടിയിൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഒരു ചേട്ടൻ നമുക്ക് സ്ഥിരമായിട്ട് കൊണ്ടുവരും വെള്ളച്ചൂര. വള്ളക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞു. ചൂര കണ്ടപ്പോഴും നല്ല ഫ്രഷായിട്ടാണ് തോന്നിയത്. നമ്മളത് വാങ്ങിയതാണ്. നല്ല ചൂരക്കറിയാണ്. നമുക്കിനി അതൊന്ന് ടേസ്റ്റ് ചെയ്താലോ. ഇത്രയാണ് എൻ്റെ വീഡിയോ.